ഇംഗ്ലണ്ടിനെതിരായ ആദ്യ T20യിൽ ഇന്ത്യക്ക് വിജയം. 133 റൺസ് വിജയലക്ഷ്യത്തോടെ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ 11.5 ഓവറിൽ വിജയം കണ്ടു. അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് പ്രകടനമാണ് ഇന്ത്യക്ക് അനായാസ വിജയം സമ്മാനിച്ചത്. അർദ്ധ സെഞ്ചുറി തികച്ച അഭിഷേക് ശർമ്മ 79 റൺസ് എടുത്തു. ഇംഗ്ലണ്ട് താരം ഗസ് ഹറ്റിംഗ്സൺ എറിഞ്ഞ ഓവറിൽ 22 റൺസാണ് സഞ്ജു ഇന്നലെ അടിച്ചുകൂട്ടിയത്. അതിനുശേഷം ആർച്ചറിന്റെ മുന്നിൽ സഞ്ജു വീണു. ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുത്ത നായകൻ സൂര്യകുമാർ യാദവിന്റെ തീരുമാനം ശരിവെക്കുന്ന പ്രകടനമാണ് ഇന്ത്യയുടെ ബോളിംഗ് നിര ഇന്നലെ പുറത്തെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനെ ഇന്ത്യ 132 റൺസിൽ ഒതുക്കുകയായിരുന്നു. ഇന്ത്യക്കായി വരുൺ ചക്രവർത്തി 22 റൺസ് വിട്ടു നൽകി 3 വിക്കറ്റ് വീഴ്ത്തി. അക്സർ പട്ടേലും ഹർഷദീപ് സിംഗും ഹർദിക് പാണ്ഡ്യയും 2 വിക്കറ്റ് വീതം നേടി. ഇംഗ്ലണ്ട് നിരയിൽ നായകൻ ജോസ് ബട്ട്ലറുടെ ഒറ്റയാൾ പോരാട്ടമാണ് ഇംഗ്ലണ്ടിനെ ഈ ഒരു സ്കോറിലേക്ക് എത്തിച്ചത്. ബട്ട്ലർ 44 പന്തിൽ 68 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ടീം ഇന്ത്യക്ക് 26 റൺസ് എടുത്ത സഞ്ജു സാംസന്റെ വിക്കറ്റാണ് ആദ്യം നഷ്ടപ്പെട്ടത്. തുടർന്ന് ക്രീസിലെത്തിയ നായകൻ സൂര്യകുമാർ യാദവ് 0-ന് പുറത്തായി. ആ 2 വിക്കറ്റുകളും എടുത്ത് ഇന്ത്യ സമ്മർദ്ദത്തിലാക്കിയത് ആർച്ചർ. തിലക് വർമ്മയ്ക്കൊപ്പം ക്രീസിൽ നിലയുറപ്പിച്ച അഭിഷേക് ശർമ്മ 34 പന്തിൽ 79 റൺസുമായി കളി ഇന്ത്യയുടെ വഴിക്ക് കൊണ്ടുവന്നു. 8 പടുകൂറ്റൻ സിക്സറുകളുടെയും 5 ഫോറുകളുടെയും അകമ്പടിയോടെയായിരുന്നു അഭിഷേകിന്റെ പ്രകടനം. തിലക് വർമ്മ 19 റൺസും ഹർദിക് പാണ്ഡ്യ 3 റൺസും നേടി. ഇതോടെ 5 കളികളുള്ള സീരീസിൽ ഇന്ത്യ ആദ്യ കളി വിജയിച്ചിരിക്കുന്നു. ശനിയാഴ്ചയാണ് രണ്ടാമത്തെ മത്സരം നടക്കാൻ പോകുന്നത്. ഇന്നലത്തെ കളിയിൽ നിങ്ങളെ ആകർഷിച്ച കളിക്കാരൻ ഏത്? സഞ്ജുവിന്റെ പ്രകടനം ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട.